ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇത് നമ്മുടെ ഒരു ബർത്ത്ഡേ വ്ളോഗാണ്. ബർത്ത്ഡേ വ്ളോഗ് എന്നൊന്നും പറയാൻ പറ്റില്ല. കുറച്ച് ഞാൻ അവിടെ ഇവിടെയൊക്കെ അന്ന് കുറച്ച് 2-3 ദിവസത്തെ കാര്യങ്ങളൊക്കെ ചേർത്തൊരു വീഡിയോ ആക്കി വെച്ചതാണ്. പക്ഷേ ഞാൻ ഇടാൻ മറന്നുപോയി. ഇപ്പോൾ കുറേ നാളായി, കുറേ ലേറ്റായി, എന്നാലും ഇടാൻ ഓർത്തു. ഇപ്പോൾ ഈ സമയത്ത് ഈ വ്ളോഗ് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് നല്ല ചുമയും പനിയും ജലദോഷമൊക്കെ ഉള്ള ടൈമാണ്. അതുകൊണ്ടാണ് സൗണ്ടൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പം നമ്മൾ അന്ന് തലേ ദിവസം പുറത്തൊക്കെ പോയിട്ടുണ്ടായിരുന്നു. തലേ ദിവസമാണോ? അതെ, തലേ ദിവസം 2 ദിവസം മുമ്പ് നമ്മളൊരു ഡ്രസ്സ് പർച്ചേസ് ചെയ്യാനും അങ്ങനെ കുറച്ച് കാര്യങ്ങൾക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബർത്ത്ഡേക്ക് കുറച്ച് ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി അതിൻ്റെ പിറ്റേ ദിവസം നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓരോ ദിവസത്തെ ചെറിയ ചെറിയ ഫോട്ടോസും വീഡിയോസൊക്കെ, അല്ല വീഡിയോസാണ് കേട്ടോ ഇത്. അങ്ങനെ കാര്യമായിട്ടൊരു പ്രോപ്പർ വ്ളോഗ് എന്ന് പറയാനില്ല. എന്നാലും ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് ക്ലിപ്പിങ്സ് പോകണ്ടല്ലോ എന്ന് ഓർത്തിട്ട് അങ്ങനെ ഇടുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ കുറച്ച് വീഡിയോസൊക്കെ എടുക്കാനുണ്ടായിരുന്നു, ഫോട്ടോസൊക്കെ എടുക്കാനുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കുറച്ച് എടുത്തു. പിന്നെ ബർത്ത്ഡേ എന്ന് പറയുമ്പം ഇപ്പം ഞാൻ കഴിഞ്ഞിടയ്ക്കൊരു ഒരിത് കണ്ടു. നമ്മുടെ ബർത്ത്ഡേ എപ്പോഴാണോ നമ്മളൊരു നോർമൽ ഡേ പോലെ ആവുന്നത് അന്നായിരിക്കും നമുക്ക് മെച്യൂരിറ്റി വന്ന് എന്ന് പറഞ്ഞൊരു സംഭവം. അത് ശരിയാണോ? ശരിയായിരിക്കാം. നമ്മളും ബർത്ത്ഡേക്കൊന്നും അങ്ങനെ വലിയ വില കൊടുക്കാറില്ല. നോർമൽ ഡേ പോലെ അങ്ങനെ കഴിഞ്ഞു പോകും. അപ്പോഴാണ് നമുക്ക് മെച്യൂരിറ്റി വരുന്നതാണ് ഇൻസ്റ്റഗ്രാം പറയുന്നത് കേട്ടോ. അപ്പോൾ അന്ന് ബർത്ത്ഡേയുടെ അന്നാണ് ഇത്. അന്ന് നമ്മൾ വെറുതെ വെളിയിലൊക്കെ പോയി സെലിബ്രേഷനും കാര്യങ്ങളൊന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് കുറച്ച് മെച്യൂരിറ്റി വന്നുകൊണ്ടായിരിക്കാം ബർത്ത്ഡേയും വ്ളോഗും എന്ന് വെച്ചാൽ കുറച്ച് ആഘോഷങ്ങളും ഒന്നും വേണമെന്ന് ഇപ്പം തോന്നുന്നില്ല. അതിൻ്റെ കാര്യമില്ല, ആവശ്യമില്ല, എന്തിനാണ്. അപ്പോൾ നമ്മൾ വെളിയിൽ പോയി ചായയൊക്കെ കുടിക്കാൻ വേണ്ടി, അത് ബർത്ത്ഡേ ആയതുകൊണ്ടൊന്നുമല്ല, വെറുതെ നോർമലായിട്ട് നമ്മൾ പോകുന്ന പോലെ അങ്ങനെ പോയി കുറച്ച് കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാനുണ്ട്. എനിക്ക് സൗണ്ട് ഭയങ്കരമായിട്ട് അടയ്ക്കുന്നുണ്ട്, എൻ്റെ മൂക്കടച്ചിരിക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് സംസാരിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അതാണ് കേട്ടോ ഇങ്ങനെ ഡിസ്റ്റർബ്ഡായിട്ട് തോന്നുന്നത്. അപ്പോൾ നമ്മൾ പുറത്തൊക്കെ പോയി ചായയൊക്കെ കുടിച്ചു. മോളിലൊക്കെ പോയി, ചെറിയ ഒരു മോളിലല്ല, ഇത് ഹൈപ്പർ മാർക്കറ്റാണ്. അപ്പം അവിടെയൊക്കെ പോയി ഇങ്ങനെ ചുമ്മാ അങ്ങോട്ടും തേരാപ്പാര നടന്നു, എന്തൊക്കെയൊക്കെയോ സാധനങ്ങൾ വാങ്ങിച്ചു, കുറേ ഫുഡ് കഴിച്ചു. അപ്പോൾ അതൊക്കെയായിരുന്നു നമ്മുടെ ഡേ. ഓക്കെ, താങ്ക് യു.